ഇന്നത്തെ ടോപ്പിക് ക്ലെഫ്റ്റ് സെൻറ്റൻസസ്. ക്ലെഫ്റ്റ് സെൻറ്റൻസസിൻ്റെ ഒരു ലെസൺ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ലെസൺ നമ്പർ 486. വീണ്ടും ഒരു ക്ലെഫ്റ്റ് സെൻറ്റൻസിൻ്റെ ലെസൺ കൂടി വേണം എന്ന് റിപ്പീറ്റഡ് ആയിട്ട് റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ഈ ഒരു ലെസൺ ചെയ്യുന്നത്. എന്താണ് ക്ലെഫ്റ്റ് സെൻറ്റൻസസ്, എന്താണ് ക്ലെഫ്റ്റ് സെൻറ്റൻസസിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ആവശ്യം എന്താണ് എന്നൊക്കെ നമ്മൾ ഇന്നത്തെ ലെസണിൽ ഡിസ്കസ് ചെയ്യും. ഈ ലെസൺ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും, ശ്രദ്ധിക്കുക. ക്ലെഫ്റ്റ് സെൻറ്റൻസസ്. ക്ലെഫ്റ്റ് എന്നാൽ ആ വേർഡിൻ്റെ മീനിങ് പാർഷ്യലി ഡിവൈഡഡ് അതല്ലെങ്കിൽ സ്പ്ലിറ്റ് എന്നൊക്കെയാണ്. അപ്പോൾ ക്ലെഫ്റ്റ് സെൻറ്റൻസസ് എന്ന് പറയുമ്പോൾ ആ സെൻറ്റൻസിൽ തന്നെ ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ടാവും അല്ലേ. പാർഷ്യലി ഡിവൈഡഡ് ആയിരിക്കും ആ സെൻറ്റൻസ്, അത്രയും മനസ്സിലാക്കുക. ഇനി ഞാനൊരു സെൻറ്റൻസ് പറയാം. ഞാൻ ഇന്നലെ എൻ്റെ വീടിനടുത്തുള്ള ബേക്കറിയിൽ നിന്ന് ഒരു കേക്ക് വാങ്ങി. ഇവിടെ ഒരു നോർമലായിട്ടുള്ള ഒരു സെൻറ്റൻസാണത്. ഈ സെൻറ്റൻസിനെ നമുക്ക് ഞാനാണ് എൻ്റെ വീടിനടുത്തുള്ള ബേക്കറിയിൽ നിന്ന് ഇന്നലെ കേക്ക് വാങ്ങിയത് എന്ന് പറയുമ്പോൾ ഞാനാണ് എന്ന ഒരു വാക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, കൂടുതൽ ഒരു ഫോക്കസ് കൊടുക്കുന്നു നമ്മൾ. ഇനി ഞാൻ ഇന്നലെ എൻ്റെ വീടിനടുത്തുള്ള ബേക്കറിയിൽ നിന്നാണ് കേക്ക് വാങ്ങിയത്. എൻ്റെ വീടിനടുത്തുള്ള ബേക്കറിയിൽ നിന്നാണ് കേക്ക് വാങ്ങിയത് എന്ന് പറയുമ്പോൾ എൻ്റെ വീടിനടുത്തുള്ള ബേക്കറി എന്ന വാക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഞാൻ ഇന്നലെ എൻ്റെ വീടിനടുത്തുള്ള ബേക്കറിയിൽ നിന്ന് ഒരു കേക്കാണ് വാങ്ങിയത്. ഒരു കേക്കാണ് വാങ്ങിയത്. കേക്ക് എന്ന വാക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. കേക്ക് അല്ലാതെ ഐസ്ക്രീമോ അതല്ലെങ്കിൽ ബിസ്ക്കറ്റോ ഒന്നും അല്ല വാങ്ങിയത്, ഒരു കേക്കാണ് വാങ്ങിയത് എന്നായി അതിൻ്റെ മീനിങ്. ഇന്നലെ ഞാൻ കേക്ക് വാങ്ങിയത് എൻ്റെ വീടിനടുത്തുള്ള ബേക്കറിയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ എൻ്റെ വീടിനടുത്തുള്ള ബേക്കറിയിൽ നിന്ന് എന്ന ഒരു വാക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു ഇല്ലേ. വേറെ സ്ഥലത്തൊന്നും, വേറെ ഷോപ്പിലോ വേറെ മാർക്കറ്റിലൊന്നും പോയിട്ടല്ല ഞാൻ കേക്ക് വാങ്ങിയത്, എൻ്റെ വീടിനടുത്തുള്ള ബേക്കറിയിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു വാക്കിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പോൾ ഇത്തരം സെൻറ്റൻസുകൾ, ഒരു സെൻറ്റൻസിൽ തന്നെ ഒരു ഭാഗത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, കൂടുതൽ സ്ട്രെസ്സ് കൊടുത്തുകൊണ്ട്, അതല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിന് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ടൊക്കെ പറയുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ ക്ലെഫ്റ്റ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ക്ലെഫ്റ്റ് സെൻറ്റൻസസ് എന്ന് പറയാൻ കാരണം അതിനെ കുറച്ചൊന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്, ഒരു പാർഷ്യലി ഡിവൈഡ് അല്ലെങ്കിൽ ഒരു സ്പ്ലിറ്റിംഗ് വന്നിരിക്കുകയാണ് അവിടെ. ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാവും. സാധാരണ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ ടോണിലൊരു വേരിയേഷനൊക്കെ വരുത്തി നമുക്ക് അത് സ്ട്രെസ് ചെയ്തുകൊണ്ടൊക്കെ സംസാരിക്കാൻ പറ്റും. പക്ഷേ റിട്ടൺ ഇംഗ്ലീഷിലാവുമ്പോൾ ഒരു വാക്കിനാണ് അവിടെ ഇമ്പോർട്ടൻസ് എന്ന് കാണിക്കണമെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ ആ ഒരു വേർഡ് ഓർഡറൊക്കെ മാറ്റി ആ വാക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴല്ലേ അത് റിട്ടൺ ഇംഗ്ലീഷിലാവുമ്പോൾ കൂടുതൽ അത് സെൻറ്റൻസ് മനസ്സിലാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ റിട്ടൺ ഇംഗ്ലീഷിലാണ് ഇത്തരം സെൻറ്റൻസുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇനി നമുക്ക് ഈ ക്ലെഫ്റ്റ് സെൻറ്റൻസസ് ഉപയോഗിക്കുമ്പോൾ ഒരു സെൻറ്റൻസിൽ ഇറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലെഫ്റ്റ് സെൻറ്റൻസസ് ഉണ്ടാക്കാം. ഒരു സെൻറ്റൻസിലെ ഒരു ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് സെൻറ്റൻസ് അതിൻ്റെ വേർഡ് ഓർഡറൊക്കെ മാറ്റാം. അതുപോലെ തന്നെ ഓൾ എന്ന ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലെഫ്റ്റ് സെൻറ്റൻസസ് ഫോം ചെയ്യാം. പിന്നെ വാട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്, ഓൾ ആൻഡ് വാട്ട്, ഈ 3 വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ക്ലെഫ്റ്റ് സെൻറ്റൻസസ് ഫോം ചെയ്യുന്നത് എന്നാണ്. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണല്ലോ ഇത് എന്ന് തോന്നും, അത് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് ഇറ്റ് ക്ലെഫ്റ്റ് സെൻറ്റൻസസ് നോക്കാം. റേഹാൻ സോൾഡ് ഹിസ് ഹൗസ്. റേഹാൻ അവൻ്റെ വീട് വിറ്റു. ഇത് നോർമലായിട്ടുള്ള ഒരു സെൻറ്റൻസാണ് അല്ലേ. ഇതിനെ നമുക്ക് ക്ലെഫ്റ്റ് സെൻറ്റൻസ് ആക്കി മാറ്റാം. റേഹാനാണ് ആ വീട് വിറ്റത് എന്നാണ് നമുക്ക് പറയേണ്ടത്. ഇറ്റ് വാസ് റേഹാൻ ഹൂ സോൾഡ് ഹിസ് ഹൗസ്. ഇറ്റ് വാസ് റേഹാൻ, ആ ഒരു ഭാഗത്തിന് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഇറ്റ് വാസ് റേഹാൻ എന്നും ഹൂ സോൾഡ് ഹിസ് ഹൗസ് എന്ന 2 ഭാഗങ്ങളായിട്ട് മാറ്റി ആ സെൻറ്റൻസിൽ തന്നെ ഒരു ചെറിയ സ്പ്ലിറ്റിംഗ് വന്നു. അതാണ് ക്ലെഫ്റ്റ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് റേഹാൻ ഹൂ സോൾഡ് ഹിസ് ഹൗസ്. അപ്പോൾ റേഹാനാണ് അവിടെ ഇമ്പോർട്ടൻസ്. റേഹാനാണ് വീട് വിറ്റത്, അല്ലാതെ ജോണോ അലക്സോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്നുമല്ല. റേഹാനാണ് വീട് വിറ്റത് എന്ന ഒരു ഇമ്പോർട്ടൻസ് ആ സെൻറ്റൻസിൽ വന്നു. ഇറ്റ് വാസ് ഹിസ് ഹൗസ്
ദാറ്റ് റെയ്ഹാൻ സോൾഡ്. എന്നാണെങ്കിലോ ഇറ്റ് വാസ് ഹിസ് ഹൗസ് ദാറ്റ് റെയ്ഹാൻ സോൾഡ്. അവൻ്റെ വീടാണ് റെയ്ഹാൻ വിറ്റത്. റെയ്ഹാൻ വിറ്റത് അവൻ്റെ വീടാണ്, വേറൊന്നുമല്ല. അവൻ്റെ വീട്ടിലെ ഫേർണിച്ചറോ അങ്ങനെ സാധനങ്ങളൊന്നുമല്ല, അവൻ്റെ വീടാണ് റെയ്ഹാൻ വിറ്റത് എന്നായി. ഇറ്റ് വാസ് ഹിസ് ഹൗസ് ദാറ്റ് റെയ്ഹാൻ സോൾഡ്. ഈ രണ്ട് സെൻറ്റൻസുകളും ക്ലെഫ്റ്റ് സെൻറ്റൻസുകളാണ്. പിന്നെ ആദ്യത്തെ സെൻറ്റൻസിൽ ഇറ്റ് വാസ് റെയ്ഹാൻ ഹൂ സോൾഡ് ഹിസ് ഹൗസ് എന്നാണ്. ഹൂ എന്ന് ഉപയോഗിച്ചത് റെയ്ഹാനാണ് അവിടെ ഇമ്പോർട്ടൻസ്, അതൊരു പേഴ്സൺ ആണ്, അതുകൊണ്ടാണ് ഹൂ. അടുത്ത സെൻറ്റൻസിൽ ഇറ്റ് വാസ് ഹിസ് ഹൗസ് ദാറ്റ് റെയ്ഹാൻ സോൾഡ് എന്ന് പറയുമ്പോൾ ഹിസ് ഹൗസ് അത് ഒരു നോൺ ലിവിങ് തിങ് ആണ്, അതുകൊണ്ട് ദാറ്റ് എന്നുപയോഗിച്ചു. അടുത്ത സെൻറ്റൻസ് സം ചിൽഡ്രൻ ബ്രോക്ക് മൈ ചെയർ. കുറച്ച് കുട്ടികൾ എൻ്റെ ചെയർ പൊട്ടിച്ചു, ബ്രേക്ക് ചെയ്തു. അത് നോർമൽ സെൻറ്റൻസ് ആണ്. ഇതിനെ നമുക്ക് ക്ലെഫ്റ്റ് സെൻറ്റൻസ് ആക്കണ്ടേ? ഇറ്റ് വാസ് സം ചിൽഡ്രൻ ഹൂ ബ്രോക്ക് മൈ ചെയർ. ഇറ്റ് വാസ് സം ചിൽഡ്രൻ ഹൂ ബ്രോക്ക് മൈ ചെയർ. കുറച്ച് കുട്ടികളാണ് എൻ്റെ ചെയർ ബ്രേക്ക് ചെയ്തത് എന്നാണ്. ഇറ്റ് വാസ് സം ചിൽഡ്രൻ ഹൂ, സം ചിൽഡ്രൻ ആണ്, അതുകൊണ്ട് ഹൂ ഉപയോഗിച്ചു. ഇറ്റ് വാസ് സം ചിൽഡ്രൻ എന്ന ആ ഒരു പാട്ടിനെ നമ്മൾ കുറച്ച് ഒന്ന് മാറ്റി നിർത്തി. ഇറ്റ് വാസ് സം ചിൽഡ്രൻ ഹൂ ബ്രോക്ക് മൈ ചെയർ. ഇനി നോക്കൂ, സം ചിൽഡ്രൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും അവിടെ ഇറ്റ് എന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് വാസ് സം ചിൽഡ്രൻ എന്നാണ്. അവിടെ അത് പ്ലൂരൽ ആക്കേണ്ട, വാസ് എന്നുള്ളത് വേറാക്കേണ്ട കാര്യമില്ല. ഇറ്റ് വാസ് സം ചിൽഡ്രൻ ഹൂ ബ്രോക്ക് മൈ ചെയർ. ഇറ്റ് എന്നതിന് വ്യത്യാസം വരുത്തേണ്ട കാര്യവും ഇല്ല. ഇനി ഒരു കുട്ടിയാണ് എൻ്റെ ചെയർ ബ്രേക്ക് ചെയ്തത്. എ ചൈൽഡ് ബ്രോക്ക് മൈ ചെയർ. അത് പ്ലെയിൻ സെൻറ്റൻസ് ആണ്, നോർമൽ സെൻറ്റൻസ് ആണ്. അതിനെ ഒരു ക്ലെഫ്റ്റ് സെൻറ്റൻസ് ആക്കണമെങ്കിൽ ഇറ്റ് വാസ് എ ചൈൽഡ് ഹൂ ബ്രോക്ക് മൈ ചെയർ. ഇറ്റ് വാസ് എ ചൈൽഡ്. ഇറ്റ് വാസ് സം ചിൽഡ്രൻ. നോക്കൂ, വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഇറ്റ് വാസ് സം ചിൽഡ്രൻ. ഇറ്റ് വാസ് എ ചൈൽഡ്. ഇനി കുട്ടികൾ എൻ്റെ ചെയറാണ് ബ്രേക്ക് ചെയ്തത്, വേറെ കാര്യങ്ങളൊന്നുമല്ല, എൻ്റെ ചെയറാണ് കുട്ടികൾ ബ്രേക്ക് ചെയ്തത് എന്നാണെങ്കിൽ ഇറ്റ് വാസ് മൈ ചെയർ ദാറ്റ് സം ചിൽഡ്രൻ ബ്രോക്ക്. ദാറ്റ് ചെയറിനെ പറ്റിയാണ് പറയുന്നത്, അതുകൊണ്ട് ദാറ്റ്. ഇറ്റ് വാസ് മൈ ചെയർ ദാറ്റ് സം ചിൽഡ്രൻ ബ്രോക്ക്. ഇറ്റ് വാസ് എന്നുപയോഗിക്കാൻ കാരണം അത് പാസ്റ്റ് ടെൻസിലെ സെൻറ്റൻസ് ആയതുകൊണ്ടാണ്. സം ചിൽഡ്രൻ ബ്രേക്ക് മൈ ചെയേഴ്സ്. എൻ്റെ ചെയേഴ്സ് കുറച്ച് കുട്ടികൾ പൊട്ടിക്കാറുണ്ട് എന്നാണ്. സം ചിൽഡ്രൻ ബ്രേക്ക് മൈ ചെയേഴ്സ്. അത് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ റെഗുലറായിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട് എന്ന അർത്ഥത്തിലാണ് അത് പറയുന്നത്. അത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് സം ചിൽഡ്രൻ. ഇറ്റ് ഈസ്, വാസല്ല ഉപയോഗിക്കുന്നത്, ഈസാണ്. ഇറ്റ് ഈസ് സം ചിൽഡ്രൻ ഹൂ ബ്രേക്ക് മൈ ചെയർ. അപ്പോൾ ടെൻസ് അനുസരിച്ച് ഈസോ അല്ലെങ്കിൽ വാസോ മാറ്റി മാറ്റി ഉപയോഗിക്കണം. എ ചൈൽഡ് ഹാസ് ബ്രോക്കൺ മൈ ചെയർ. എ ചൈൽഡ് ഹാസ് ബ്രോക്കൺ മൈ ചെയർ. ഒരു കുട്ടി എൻ്റെ ചെയർ പൊട്ടിച്ചിട്ടുണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലെഫ്റ്റ് സെൻറ്റൻസ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ ചൈൽഡ് ഹൂ ഹാസ് ബ്രോക്കൺ മൈ ചെയർ. ഇറ്റ് ഈസ് എ ചൈൽഡ് ഹൂ ഹാസ് ബ്രോക്കൺ മൈ ചെയർ. ഹൂ ഹാസ് ബ്രോക്കൺ, അത് ആ ടെൻസ് അങ്ങനെ തന്നെ ഉപയോഗിക്കുക. പക്ഷേ ഈസ് അല്ലെങ്കിൽ വാസ് ഒക്കെ മാറ്റി മാറ്റി ഉപയോഗിക്കണം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് ഇറ്റ് ഈസ് എന്നുപയോഗിച്ചു. ടീച്ചർ സ്കോൾഡഡ് മൈ ഫ്രണ്ട്. എൻ്റെ ഫ്രണ്ടിനെ ടീച്ചർ വഴക്ക് പറഞ്ഞു. പാസ്റ്റ് ടെൻസിലെ ഒരു സെൻറ്റൻസ് ആണ്, അതൊരു നോർമൽ സെൻറ്റൻസ് ആണ്. അതിന് നമുക്ക് ടീച്ചറാണ് എൻ്റെ ഫ്രണ്ടിനെ വഴക്ക് പറഞ്ഞത് എന്നിങ്ങനെ പറയും. ഇറ്റ് വാസ് ദ ടീച്ചർ ഹൂ സ്കോൾഡഡ് മൈ ഫ്രണ്ട്. ഇറ്റ് വാസ് ദ ടീച്ചർ ഹൂ സ്കോൾഡഡ് മൈ ഫ്രണ്ട്. ഇനി ടീച്ചർ വഴക്ക് പറഞ്ഞത് എൻ്റെ ഫ്രണ്ടിനെയാണ് എന്നെങ്ങനെ പറയും? ഇറ്റ് വാസ് മൈ ഫ്രണ്ട് ഹൂം ദ ടീച്ചർ സ്കോൾഡഡ്. നോക്കൂ, ഹൂം എന്നുപയോഗിച്ചു. ഇനി ടീച്ചർ സ്കോൾസ് മൈ ഫ്രണ്ട് എന്നാണെങ്കിൽ അതൊരു പ്രസൻറ്റ് ടെൻസിലെ സെൻറ്റൻസ് ആണ്. ടീച്ചർ സ്കോൾസ് മൈ ഫ്രണ്ട്. ടീച്ചർ എൻ്റെ ഫ്രണ്ടിനെ വഴക്ക് പറയാറുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ദ ടീച്ചർ ഹൂ സ്കോൾസ് മൈ ഫ്രണ്ട് എന്നാണ് പറയേണ്ടത്. നോക്കൂ, ഇറ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് ഈസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഉപയോഗിച്ചത് വാസ് ആണ്.
അപ്പോൾ ഇറ്റ് ക്ലെഫ്റ്റ് സെൻറ്റൻസസ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് വാട്ട് എന്നുപയോഗിച്ചുകൊണ്ടുള്ള ക്ലെഫ്റ്റ് സെൻറ്റൻസസ് നോക്കാം. ഷീ നീഡ്സ് മോർ ടൈം ടു ഫിനിഷ് ഹെർ അസൈൻമെൻറ്റ്. അവൾക്ക് അവളുടെ അസൈൻമെൻറ്റ് തീർക്കാൻ കൂടുതൽ സമയം ആവശ്യമുണ്ട് എന്നാണ്. ഷീ നീഡ്സ് മോർ ടൈം ടു ഫിനിഷ് ഹെർ അസൈൻമെൻറ്റ്. അതൊരു നോർമൽ സെൻറ്റൻസ് ആണ്. അതിനെ നമുക്ക് ക്ലെഫ്റ്റ് സെൻറ്റൻസ് ആക്കി മാറ്റണം. അവൾക്ക് എന്താ വേണ്ടത്? അവളുടെ അസൈൻമെൻറ്റ് തീർക്കാൻ കൂടുതൽ സമയമാണ് വേണ്ടത്. ആ സമയം, മോർ ടൈം എന്ന കാര്യത്തിന് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ വാട്ട് ഷീ നീഡ്സ് ഇസ്, വാട്ട് ഷീ നീഡ്സ് ഇസ് മോർ ടൈം ടു ഫിനിഷ് ഹെർ അസൈൻമെൻറ്റ്. വാട്ട് എന്ന ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലെഫ്റ്റ് സെൻറ്റൻസസ് ഫോം ചെയ്യാം. വാട്ട് ഷീ നീഡ്സ് ഈസ് എന്നത് ഒരു ഭാഗം, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ മാറ്റി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് വേണ്ടി. ഐ നീഡ് എ പെൻ ആൻഡ് പേപ്പർ. എനിക്ക് ഒരു പെന്നും ഒരു പേപ്പറും വേണം. ഇത് വാട്ട് എന്ന ഒരു വേർഡ് ഉപയോഗിച്ച് നമുക്ക് ക്ലെഫ്റ്റ് സെൻറ്റൻസസ് ഫോം ചെയ്യാം. വാട്ട് ഐ നീഡ് ഈസ് എ പെൻ ആൻഡ് പേപ്പർ. എനിക്ക് വേണ്ടത് ഒരു പെന്നും ഒരു പേപ്പറും ആണ്. ഐ വാണ്ട് ടു ബിക്കം എ സക്സസ്ഫുൾ ആക്ടർ. ഞാനൊരു സക്സസ്ഫുൾ ആയ അഭിനേതാവ് ആവാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ബിക്കം എ സക്സസ്ഫുൾ ആക്ടർ. ഇത് ഒരു നോർമൽ സെൻറ്റൻസ് ആണ്. ഇതിനെ വാട്ട് എന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലെഫ്റ്റ് സെൻറ്റൻസ് ആക്കി മാറ്റാം. വാട്ട് ഐ വാണ്ട് ടു ബിക്കം ഈസ് എ സക്സസ്ഫുൾ ആക്ടർ. ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ഒരു സക്സസ്ഫുൾ ആക്ടർ ആകാനാണ്. വാട്ട് ഐ വാണ്ട് ടു ബിക്കം ഈസ് എ സക്സസ്ഫുൾ ആക്ടർ. ഐ ഹാവ് എ സീക്രട്ട് ടു ടെൽ യു. എനിക്ക് നിങ്ങളോട് ഒരു സീക്രട്ട് പറയാനുണ്ട്. വാട്ട് ഐ വാണ്ട് ടു ടെൽ യു ഈസ് എ സീക്രറ്റ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു സീക്രട്ടാണ്. ഐ ഹാവ് എ സീക്രട്ട് ടു ടെൽ യു. ഇവിടെ ഒരു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് ആണ് വാട്ട് ഐ വാണ്ട് ടു ടെൽ യു ഈസ് എ സീക്രട്ട് എന്നുപയോഗിച്ചത്. ഈസ് ആണ് അവിടെ ഉപയോഗിച്ചത്. ഷീ ടോൾഡ് യു എ ലൈ. വാട്ട് ഷീ ടോൾഡ് യു വാസ് എ ലൈ. ഇവിടെ നോക്കൂ, വാസ് ആണ് ഉപയോഗിച്ചത്. കാരണം ടോൾഡ് എന്നാണ്. അത് ഒരു പാസ്റ്റ് ടെൻസിലെ സെൻറ്റൻസ് ആയതുകൊണ്ട് വാസ് ഉപയോഗിച്ചു. ഇനി നമുക്ക് ഓൾ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്ലെഫ്റ്റ് സെൻറ്റൻസസ് ഫോം ചെയ്യാം. ഒരു എക്സാമ്പിൾ, ഐ വാണ്ട് ടു വർക്ക് ഇൻ എ മൂവി. എനിക്ക് ഒരു മൂവിയിൽ വർക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നോർമൽ സെൻറ്റൻസ്. ഇതിനെ നമുക്ക് ക്ലെഫ്റ്റ് സെൻറ്റൻസ് ആക്കണം. എനിക്ക് വേണ്ടത് ഒരു മൂവിയിൽ അഭിനയിക്കലാണ്. എനിക്ക് ആകെ വേണ്ടത്, എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് ഒരു മൂവിയിൽ അഭിനയിക്കുക എന്നതാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ്, വേറൊന്നും എനിക്ക് വേണ്ട എന്ന അർത്ഥത്തിൽ നമുക്ക് അതിനെ ക്ലെഫ്റ്റ് സെൻറ്റൻസ് ആക്കി മാറ്റണം. ഓൾ ഐ വാണ്ട് ഈസ് ടു വർക്ക് ഇൻ എ മൂവി. ഓൾ ഐ വാണ്ട് മീൻസ് അത് മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ്. ഓൾ ഐ വാണ്ട് ഈസ് ടു വർക്ക് ഇൻ എ മൂവി. ഇനി കുറച്ച് എക്സാമ്പിൾസ് കൂടി ഓൾ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നോക്കാം. ഐ വാണ്ട് ടു വർക്ക് ഇൻ എ മൂവി. ഞാനൊരു മൂവിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓൾ ഐ വാണ്ട് ഈസ് ടു വർക്ക് ഇൻ എ മൂവി. ഓൾ ഐ വാണ്ട്, എനിക്ക് ആകെ ആഗ്രഹമുള്ളത് ഒരു മൂവിയിൽ വർക്ക് ചെയ്യാനാണ് എന്നായി അതിൻ്റെ മീനിങ്. ഈസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ. കാരണം ഐ വാണ്ട് ടു വർക്ക് ഇൻ എ മൂവി എന്നത് ഒരു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ടാണ് ഓൾ ഐ വാണ്ട് ഈസ് എന്ന് ഉപയോഗിച്ചത്. ഐ വാണ്ട് ടു ബി ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു നോർമൽ സെൻറ്റൻസ്. അതിനെ ക്ലെഫ്റ്റ് സെൻറ്റൻസ് ആക്കാം. ഓൾ ഐ വാണ്ട് ഈസ് ടു ബി ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ്. ഓൾ ഐ വാണ്ട് ഈസ് ടു ബി ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ്. ഹി വാണ്ട്സ് ടു ബി എ സക്സസ്ഫുൾ പേഴ്സൺ. അദ്ദേഹം ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആകാൻ ആഗ്രഹിക്കുന്നു. ഓൾ ഹി വാണ്ട്സ് ഈസ് ടു ബി എ സക്സസ്ഫുൾ പേഴ്സൺ. ഐ നീഡ് എ പെൻ. എനിക്ക് ഒരു പെൻ ആവശ്യമുണ്ട്. വാട്ട് ഐ നീഡ് ഇസ് എ പെൻ. എനിക്ക് വേണ്ടത് ഒരു പെന്നാണ്. ഇനി നമുക്ക് അതിനെ ഓൾ എന്ന വേർഡ് ഉപയോഗിച്ച് ക്ലെഫ്റ്റ് സെൻറ്റൻസ് ആക്കി മാറ്റാം. ഓൾ ഐ നീഡ് ഇസ് എ പെൻ. ഓൾ ഐ നീഡ് എന്ന് പറയുമ്പോൾ പെൻ മാത്രമാണ് എനിക്ക് ആവശ്യമുള്ളത് എന്നാണ് അവിടെ മീനിങ്. ഓൾ ഐ നീഡ് ഇസ് എ പെൻ. ഇനി നമുക്ക് ഇറ്റ് എന്ന ക്ലെഫ്റ്റ് സെൻറ്റൻസും ഉപയോഗിക്കാം കേട്ടോ.
It is a pen that I need. ഇനി ഒരു സെൻറ്റൻസ് ഞാൻ പറയാം. ആ സെൻറ്റൻസിൽ തന്നെ ആ സെൻറ്റൻസിലെ ഡിഫറൻറ്റ് ഭാഗങ്ങൾക്ക് ഡിഫറൻറ്റ് പാർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് ഡിഫറൻറ്റ് സെൻറ്റൻസസ് ഫോം ചെയ്യാം. ഒന്ന് നോക്കൂ. You invited me to the party yesterday. It was you who invited me to the party yesterday. It was yesterday that you invited me to the party. നോക്കൂ, ആദ്യത്തെ സെൻറ്റൻസ് യു ഇൻവൈറ്റഡ് മീ ടു ദ പാർട്ടി യെസ്റ്റർഡേ. ഇത് ഒരു നോർമൽ സെൻറ്റൻസ് ആണ്. പക്ഷേ പിന്നീട് പറഞ്ഞിരിക്കുന്ന രണ്ട് സെൻറ്റൻസുകളും ക്ലെഫ്റ്റ് സെൻറ്റൻസ് ആണ്. ആദ്യത്തെ സെൻറ്റൻസിൽ ഇറ്റ് വാസ് യു ഹൂ ഇൻവൈറ്റഡ് മീ ടു ദ പാർട്ടി യെസ്റ്റർഡേ. ഇവിടെ ഇറ്റ് വാസ് യു എന്നതിനാണ് ഇമ്പോർട്ടൻസ്. നിങ്ങളാണ് ഇന്നലെ എന്നെ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തത് എന്നാണ്. അടുത്ത സെൻറ്റൻസ് ആണെങ്കിൽ ഇറ്റ് വാസ് യെസ്റ്റർഡേ ദാറ്റ് യു ഇൻവൈറ്റഡ് മീ ടു ദ പാർട്ടി. ഇന്നലെയാണ് നിങ്ങൾ എന്നെ പാർട്ടിക്ക് ക്ഷണിച്ചത് എന്നായി. ഇന്നലെ യെസ്റ്റർഡേ എന്ന വാക്കിനായി സെക്കൻഡ് സെൻറ്റൻസിൽ ഇമ്പോർട്ടൻസ്. ഇനി അടുത്ത ഒരു സെൻറ്റൻസ് നോക്കൂ. സൈന ടുക്ക് $1,000 ഫ്രം എ ബെഗർ ലാസ്റ്റ് നൈറ്റ്. സൈന ഒരു ബെഗറിൻ്റെ കയ്യിൽ നിന്നും, ഒരു ഭിക്ഷക്കാരൻ്റെ കയ്യിൽ നിന്നും $1,000 എടുത്തു എന്നാണ്. സെൻറ്റൻസിലെ ഓരോ ഭാഗത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് ക്ലെഫ്റ്റ് സെൻറ്റൻസസ് ഉണ്ടാക്കാം. ഇറ്റ് വാസ് സൈന ഹൂ ടുക്ക് $1,000 ഫ്രം എ ബെഗർ ലാസ്റ്റ് നൈറ്റ്. സൈനയാണ് ബെഗറിൻ്റെ കയ്യിൽ നിന്നും ഇന്നലെ രാത്രി $1,000 എടുത്തത്. ഇവിടെ ഈ സെൻറ്റൻസിൽ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് സൈന എന്ന സബ്ജക്റ്റിനാണ്. നെക്സ്റ്റ് സെൻറ്റൻസ് ഇറ്റ് വാസ് $1,000 that Saina took from a beggar last night. It was $1,000. $1,000 ആയിരുന്നു സൈന ഒരു ബെഗറിൻ്റെ കയ്യിൽ നിന്നും ഇന്നലെ എടുത്തത്. അപ്പോൾ ആ സെൻറ്റൻസിലെ ഓബ്ജക്റ്റ് ആയ $1,000 എന്നതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് വാസ് എ ബെഗർ whom Saina took $1,000 from last night. It was a beggar from whom Saina took $1,000 last night. അങ്ങനെയും ആ സെൻറ്റൻസ് പറയാം. ഇറ്റ് വാസ് എ ബെഗർ. അപ്പോൾ ബെഗറിനാണ് ഈ സെൻറ്റൻസിൽ ഇമ്പോർട്ടൻസ്. അത് ഒരു ബെഗറിൻ്റെ കയ്യിൽ നിന്നായിരുന്നു സൈന $1,000 ലാസ്റ്റ് നൈറ്റ് എടുത്തത്. ഇവിടെ ഓബ്ജക്റ്റ് ഓഫ് ദ പ്രിപ്പോസിഷൻ ആണ് ബെഗർ. അപ്പോൾ ബെഗർ എന്ന വാക്കിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് വൺ, ഇറ്റ് വാസ് ലാസ്റ്റ് നൈറ്റ് വെൻ സൈന ടുക്ക് $1,000 ഫ്രം എ ബെഗർ. ഇന്നലെ രാത്രിയായിരുന്നു സൈന $1,000 ഒരു ബെഗറിൻ്റെ കയ്യിൽ നിന്നും എടുത്തത്. ഇവിടെ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് ദ ടൈം ഓഫ് ദി ആക്ഷൻ ആണ്. ലാസ്റ്റ് നൈറ്റ് എന്നത് അത് ആഡ്വേർബ് ആണ്. ഇപ്പോൾ ക്ലെഫ്റ്റ് സെൻറ്റൻസസ് എന്താണ്, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലായില്ലേ?